കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരിക്കുന്നത്. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. CPM-ന്റെ നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ 2021 മുതൽ ഇങ്ങോട്ട് 2023 ED ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരനക്കവുമില്ല. യാതൊരു നടപടിക്രമങ്ങളോ പൂർത്തീകരിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാനെടുത്ത കാലപരിധി എന്ന് പറയുന്നതാണ് ഇത്രയും ദീർഘമായത്. 3 വർഷക്കാലം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോ ഈ കാലയളവിനെ എങ്ങനെ വിശദീകരിക്കാൻ? ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് പ്രതിപക്ഷം ED-ക്കെതിരെ നിരന്തരമായി ഉന്നയിക്കുന്ന ആരോപണം. അത് രാഷ്ട്രീയമായുള്ള കാര്യങ്ങൾ നീക്കുപോക്കിനും അടക്കം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. നോക്കൂ, ഇവിടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് എടുത്തിട്ടുള്ള കേസിൽ പോലും കെ സുരേന്ദ്രനെ പ്രതിയാക്കിയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഇത്തരത്തിൽ വിസ്മരിക്കരുത്. കാരണം അതൊരു ഗൗരവമുള്ള വിഷയമാണ്. കെ സുരേന്ദ്രനെ നിരന്തരമായി വിളിക്കുന്നു, കെ സുരേന്ദ്രൻ എൻ്റെ മകനെ വിളിക്കുന്നു. ഈ പറഞ്ഞ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടും കെ സുരേന്ദ്രൻ്റെ മകനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ വന്നു. അപ്പോഴൊന്നും കെ സുരേന്ദ്രനെ പ്രതിയാക്കാതിരിക്കുകയും ഇത് നിയമസഭയിൽ ചോദ്യമായി വന്നപ്പോൾ സാക്ഷിയായി കെ സുരേന്ദ്രനെ പെടുത്തുകയും സാക്ഷി സ്ഥാനത്ത് നിന്നും പ്രതിസ്ഥാനത്തേക്ക് വലിയ ദൂരമില്ല എന്ന് പറയുകയും ചെയ്തത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അവിടെ മുതൽ പ്രതിപക്ഷം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് അട്ടിമറി നടക്കുന്നുണ്ട് എന്ന്. 1. 2, ഇത് സംസ്ഥാനത്ത് പോലീസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, ഇവിടെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു കെ സുരേന്ദ്രൻ BJP-യുടെ അക്കൗണ്ടിൽ നിന്ന് കൈമാറി. ഇവിടെ ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ് കാര്യം. ഈ കെ സുരേന്ദ്രനെ നിരന്തരം വിളിച്ചു എന്ന് BJP-യുടെ പ്രതിനിധിയെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഒരു ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, പ്രത്യേകിച്ച് BJP പോലെ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഹൈവേ റോബറി ആണെന്നിരിക്കട്ടെ, ഹൈവേ റോബറിൽ 25 ലക്ഷം രൂപ പോയെന്നുള്ളൂ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ നിരന്തരമായി വിളിച്ചു, അദ്ദേഹവുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കെ സുരേന്ദ്രൻ അപ്പോൾ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചില്ല? ഇപ്പോൾ മാധുവിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിവരം കിട്ടിയാൽ മാധു പോലീസിനെ അറിയിക്കില്ലേ? നോക്കൂ, PT തോമസിന് ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ നടി ആക്രമിക്കപ്പെട്ടു എന്ന വിവരം PT തോമസിന് ലഭിച്ചപ്പോൾ PT തോമസ് നേരെ എന്താ ചെയ്തത്? SP-യെ ബന്ധപ്പെടുകയും ആ കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമല്ലേ ഇത്രയും വിവാദമായ ആ നടിക്കുണ്ടായ പീഡനത്തെ സംബന്ധിച്ച് പിന്നീട് വലിയ കേസുകളിലേക്ക് പോയതും പ്രമുഖ നടൻ അറസ്റ്റിലായതും ജയിൽ കിടക്കേണ്ടിയും വന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലൊരു ക്രൈം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഈ രാജ്യത്തെ ഏത് പൗരനായാലും അടിയന്തരമായി പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. ഇവിടെ സുരേന്ദ്രൻ അത് നടത്തിയിട്ടില്ല. എന്നൊരു രാഷ്ട്രീയ ചോദ്യം കോൺഗ്രസിന് ചോദിക്കാം. നിയമസഭയിൽ സാക്ഷിയിൽ നിന്ന് പ്രതിയിലേക്ക് അധികം ദൂരമില്ല എന്നൊരു രാഷ്ട്രീയ മറുപടി സർക്കാരിനെ പ്രതിനിധീകരിച്ച് പറയുന്നവർക്ക് പറയുകയും ചെയ്യാം. പക്ഷെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് എന്താണ്? ഇത് റോഡ് സൈഡ് റോബറിയാണ്. ആ പരിസരത്തില്ലാത്ത ഒരാളെ കെ സുരേന്ദ്രൻ എന്നല്ല ആരാണെങ്കിലും അതിൽ പ്രതി ചേർക്കാൻ സാങ്കേതികമായി കഴിയില്ല. പിന്നെ അതിന്റെ ഗൂഢാലോചന, അതിന്റെ കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാലാണല്ലോ എത്താൻ കഴിയുന്നത്. അത് അന്വേഷിക്കാൻ കഴിയില്ല. അതിനാണ് ED ഏൽപ്പിച്ചത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. സംസ്ഥാന പോലീസും കേന്ദ്ര ED-യും ചേർന്നുകൊണ്ട് നടത്തിയ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ED അന്വേഷണം അല്ലെങ്കിൽ ഈ അന്വേഷണം ആവിയായി പോകുന്നത്. അത് ഇപ്പോൾ സംസ്ഥാന പോലീസ് അന്വേഷിച്ചിരിക്കുന്ന കേസിനെ സംബന്ധിച്ച് BJP-യുടെ പ്രതിനിധി പറയുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആ കേസ് നിലനിൽക്കില്ല എന്ന്. അവിടെ തന്നെ ഞങ്ങൾ പറയുന്നത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാലും കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഒരു തെളിവും ഹാജരാകാൻ പോകുന്നില്ല, ഇതിനെ സംബന്ധിച്ച് ഒരു തെളിവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവരിതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, BJP-യുടെ അക്കൗണ്ടിൽ നിന്നോ BJP-യുടെ അക്കൗണ്ടിലേക്കോ പൈസയൊന്നും വന്നിട്ടില്ല. ധർമ്മരാജന് നഷ്ടപ്പെട്ട പൈസയെ സംബന്ധിച്ച് ധർമ്മരാജൻ കേസ് കൊടുത്തിരിക്കും, ധർമ്മരാജൻ്റെ ഡ്രൈവർ കേസ് കൊടുത്തിരിക്കും. എന്തുകൊണ്ട് ധർമ്മരാജൻ കേസ് കൊടുത്തില്ല? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, BJP-യുടെ അക്കൗണ്ടിൽ എന്താ RTGS വഴിയാണോ ഇത്തരത്തിൽ കോടാനുകോടിയുടെ കള്ളപ്പണം കൊണ്ടുപോകുന്നത്? അത് BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണെങ്കിൽ പോലും RTGS വഴിയോ അല്ലെങ്കിൽ DD എടുത്തുകൊണ്ടോ വരുമോ? അപ്പോൾ അതല്ല വസ്തുത. നമ്മുടെ മുമ്പിൽ നോക്കൂ, വീണ്ടും 3-ാം തീയതി നടന്ന സംഭവത്തെ സംബന്ധിച്ച് 7-ാം തീയതി കൊണ്ട് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 25 ലക്ഷം രൂപ മാത്രം എന്തുകൊണ്ട് കളവ് പോയി എന്ന് പറയുന്നു. ബാക്കി അദ്ദേഹത്തിന് സോഴ്സ് കാണിക്കാൻ പറ്റുന്ന ഒരു തുകയിലേക്ക് ഇത് റോബറിയാണെന്ന് വരുത്തി തീർക്കുന്നു. ബാക്കി കോടാനുകൂടി BJP ഓഫീസുകളിലേക്കും മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായാലും അതിനെ സംബന്ധിച്ച് അവർക്ക് പരാതിയില്ല. അവർക്ക് സോഴ്സ് കാണിക്കാൻ പറ്റുന്ന 25 ലക്ഷം രൂപയ്ക്ക് മാത്രം അവർ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു. അതും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നു. ഇതും ഞാൻ പറഞ്ഞത്, ആദ്യം അറിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ BJP അധ്യക്ഷനാണെന്ന് ഇപ്പോൾ BJP-യുടെ പ്രതിനിധിയെ സമ്മതിക്കുകയാണ്. കാരണം എന്താ, അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ വിശ്വാസമുള്ളതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നതാണ്. എങ്കിൽ എന്തുകൊണ്ട് പോലീസ് അറിയിച്ചില്ല? 1. രണ്ടാമത്തേത്, ഇത് ഒരു എത്രത്തോളം വൈറ്റ് മണി ഉണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കേസ് 25 ലക്ഷത്തിലേക്ക് മാറിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ധർമ്മരാജനെ കുറിച്ച് സംസാരിക്കുമ്പോൾ BJP-യുടെ പ്രതിനിധിക്ക് 100 നാവാണ്. എന്താ,
ധർമ്മരാജൻ ഗാന്ധിജി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സത്യസന്ധനായ ആളാണ് ധർമ്മരാജൻ എന്ന് പോലും അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാകേണ്ട ഒരു കേസിൽ സംസ്ഥാന പോലീസ് അവിടെ ഒത്തുകളിച്ചിട്ടുണ്ട്. രണ്ടാമത് സംസ്ഥാന പോലീസിൻ്റെ തന്നെ മറ്റു മാർഗ്ഗമില്ല, സംസ്ഥാന പോലീസ് സ്വാഭാവികമായിട്ടും ED അറിയിക്കേണ്ടതാണ്. ED അറിയിച്ചു, ED കേസെടുത്തു. ED കേസെടുക്കുമ്പോൾ EDയും അവിടെ ഈ കേസ് ആവിയാകുന്നതിന് ഉള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റും ധർമ്മരാജനും തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള നിരന്തരമുണ്ടായിട്ടുള്ള കോൺവെർസേഷനെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് കൃത്യമായി നേരത്തെ തന്നെ ബോധ്യമുള്ളതാണ്. ഇവിടെ BJPയുടെ പിന്നെ അനീഷ് കുമാറുമായി ബന്ധപ്പെട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഇതിപ്പോൾ ഞങ്ങൾ നോക്കൂത്തിയായതുകൊണ്ട് ഇതിനകത്ത് കക്ഷികൾ അവരുടെ ഒരു അന്വേഷിച്ചുകൊണ്ട് ഞങ്ങളൊന്നും പറയേണ്ടതെന്നാണോ? അപ്പോൾ അങ്ങനെയല്ല. ഈ കേസിനെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് എന്താണ്? ഇത്തരത്തിൽ കുഴൽപ്പണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുഴൽപ്പണം കൊണ്ടുവന്നിട്ടുള്ളത് BJPക്ക് വേണ്ടിയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണാർത്ഥം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നപ്പോൾ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ റോബറി നടന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് സംസ്ഥാന പോലീസ് BJPക്ക് കൂട്ടുനിന്നു. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചപ്പോൾ അതും സെറ്റിൽ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം കൊണ്ടും കൊടുത്തും അവിടെ സെറ്റിൽ ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രൻ പുറത്തുപോയി 24 മണിക്കൂർ തികയും മുമ്പാണ്. അഥവാ BJPയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്ന് ഒരു ദിവസം തികയും മുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്യും.